ഹലോ മൈ ഡിയർ ഫ്രണ്ട്, യു ആർ വെൽക്കം. സാർ, നിങ്ങളുടെ ആളുകളാണ് ഇവരെന്തിനാ എന്നെ ഇങ്ങനെ തല്ലിച്ചാച്ച്? ഓ പാവം. എന്നാലും എന്റെ സുഹൃത്തിനോട് അല്പം കൂടി മയത്തിൽ പെരുമാറാമായിരുന്നു. ബൈ ദ ബൈ, സുഹൃത്തിന്റെ പേരെന്താ? ഞാൻ വേണുഗോപാൽ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനി മാക്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഐ എം ഗെറ്റിംഗ് എ സാലറി ഓഫ് 2500 rupees and commissions extra. ഓ ഐ സി. ഐ ആം ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. വെരി വെരി പ്ലീസ്ഡ് ടു മീറ്റ് യു. പക്ഷേ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന എന്തിനാ? ഒരാഴ്ച ഞാൻ ടൂറിലായിരുന്നു. ഒന്ന് റിലാക്സ് ചെയ്തൊരു സിനിമ കാണാന്ന് വെച്ചപ്പോഴാ ആ തിയേറ്ററിലെ മൂത്രപ്പരെ വെച്ച് ഇവരെന്നെ പിടിച്ചു. ഒരു വെളുത്ത സായിപ്പ് ഉണ്ടായിരുന്നു എന്റെ ഇവിടെയൊക്കെ ഇടിച്ച്. അതിനോട് പോയി. പ്ലീസ്, ഞാൻ പോയിക്കോട്ടെ. എനിക്ക് പുറത്ത് വരാം, പ്രശ്നങ്ങളുണ്ട്. പ്ലീസ് പോയിക്കോളൂ. പക്ഷെ ഞങ്ങളുടെ ചില സംശയങ്ങൾ തീർത്തിട്ട് എന്റെ സുഹൃത്ത് പോയിക്കോളൂ. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ സ്കൂൾ മാഷോ? ഇതൊന്നും ക്ലാസ് റൂമോ? ആളൊരു വലിയ തമാശക്കാരനാണല്ലോ. ഓക്കെ, വാട്ട്സ് യുവർ കണക്ഷൻ വിത്ത് ശ്രീദേവി? ശ്രീദേവിയോ? ഏത് ശ്രീദേവി? നിങ്ങൾ ലിഫ്റ്റ് കൊടുത്ത പെൺകുട്ടി ലക്ഷ്മി. ഇന്നാദ്യമായിട്ടാണ് നിങ്ങൾ അവളെ കണ്ടുമുട്ടിയത് എന്നാണോ പറഞ്ഞു വരാൻ പോകുന്നത്? അല്ലാതെ അവളുടെ മട്ടും ഭാവവും കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ സംഗതി വശമാണ്. ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ് സാറേ. വെൽ, ദാറ്റ്സ് മൈ നെയിം. അവളെ പറ്റിയാണ് നിങ്ങൾക്കറിയണ്ടെങ്കിൽ ഞാൻ പറയാം. അവളെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞൂടാ. ഈ രാജ്യത്ത് നിങ്ങളോട് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലേ? ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ പിടിച്ചുകൊണ്ടൊന്ന് ഇങ്ങനെ ദ്രോഹിച്ച ദൈവം നിങ്ങളെ വെറുതെ വിടില്ല. ശ്രീദേവി പോലും. ആ പിശാവിനെ പറ്റി എനിക്കൊരു ചുക്കും അറിയില്ല. കണ്ടാ കൊള്ളാവുന്ന ഒരു പെണ്ണാണെന്ന് കരുതി ഞാൻ അവൾക്ക് ഒരു ലിഫ്റ്റ് കൊടുത്തു. അത് ഇത്രയും വലിയ ഇടിത്തിയായി എന്റെ തലയിൽ തന്നെ വീഴുന്നു. ഞാൻ ഓർത്തോ എന്റെ മകളെ നിങ്ങളൊന്ന് കാണുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, മൈ ഡിയർ സുഹൃത്ത് മിസ്റ്റർ വേണു ഗോപാൽ, നിങ്ങൾ എവിടെയാണ് അവളെ ഇറക്കി വിട്ടത്? ആ പിശാചിനെ ഹോട്ടലിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ റോഡ് സൈഡിൽ ഇറക്കി വിട്ടു. ഹലോ ഫ്രണ്ട്, ലിസൺ. ഫുട്പാത്തിലുള്ള ഒരു പോസ്റ്റ് ബോക്സിൽ നിങ്ങളൊരു കവർ പോസ്റ്റ് ചെയ്തില്ലേ? അതെന്തായിരുന്നു? അതെനിക്കെങ്ങനെ അറിയാം? അവള് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ പോസ്റ്റ് ചെയ്തു. അല്ല ആശാനെ, ആശാനിതല്ലേ എവിടെ നിന്ന് കണ്ടു? കവറിന് പുറത്ത് എഴുതിയിരിക്കുന്ന മേൽവിലാസം നിങ്ങൾ മറന്നു കാണില്ല എന്ന് വിചാരിക്കുന്നു. ഏതോ ഒരു പെണ്ണ് ആർക്കോ എഴുതി പോസ്റ്റ് ചെയ്ത മേൽവിലാസം കൊണ്ട് എനിക്കെന്ത് കാര്യം? സത്യം പറയുന്നതായിരിക്കും നല്ലത്. തോമസ് എന്നോ മാത്യു എന്നോ പീറ്റർ എന്നോ എന്തോ ഒരു പേര് ഞാൻ കണ്ടു. അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂടാ. നീ ഇനിയും സത്യം പറയാൻ ഒരുക്കമല്ല അല്ലേ? എന്തിനല്ല ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? എനിക്കൊന്നും അറിഞ്ഞൂടാ. നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിക്കും. ജയൻ, മിസ്റ്റർ വേണുഗോപാൽ വീണ്ടും കണ്ടാൽ നമ്മളെയൊക്കെ തിരിച്ചറിയും. അതുകൊണ്ട് വേണ്ട വിധത്തിൽ ചെയ്യുക. അമിതമായി മദ്യപിച്ച് ഒരപകടം സംഭവിച്ചതായി വരുത്തി തീർക്കണം. ഒരു പാലത്തിൽ നിന്ന് താഴെ വീണ് മരിച്ചോട്ടെ. ബട്ട് ബി ഈസി ആൻഡ് സ്റ്റഡി.
വൈകിട്ട് 5:30 മണിക്ക് നഗരത്തിലെ വലിയൊരു റെസ്റ്റോറന്റിൽ വെച്ച് സിറ്റി പോലീസ് കമ്മീഷണർ മിസ്റ്റർ സാമുവൽ ജോർജ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊല ചെയ്യപ്പെട്ട ഉദയവർമ്മയുടെ കേസന്വേഷണത്തിനിടയിലാണ് കമ്മീഷണർ സാമുവലിന് ഈ അത്യാഹിതം സംഭവിച്ചത്. അതുകൊണ്ട് 2 മരണത്തിന്റെയും പിന്നിലെ കൈകൾ ഒരാളുടെ തന്നെയാണെന്ന് പോലീസ് സംശയിക്കുന്നു. അക്രമി എത്രയും വേഗം വലയിൽ വീഴ്ത്താൻ തങ്ങളാലാവുന്നതെല്ലാം ചെയ്യുമെന്ന് പോലീസിന്റെ ഒരു വക്താവ് ദൂരദർശനോട് പറഞ്ഞു. വെള്ളം വേണം. ഒരു പാക്കറ്റ് വിൽസ്. താനേതാ? ഇവിടെ അടുത്തുള്ളതാ. എവനെ അറിയോ? ഒതുക്കി പോടേ. ലൈസൻസ് ഉണ്ടോടെ? ഉണ്ട് സർ. ഉണ്ടെങ്കിൽ സാർ, എന്റെ ഭർത്താവ് മരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു. നിങ്ങൾക്ക് ഫ്ലാറ്റ് മാറിപ്പോയെന്നാണ് തോന്നുന്നത്. ആരാണ് ഈ ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്? താൻ ഇന്നലെ ഇവിടെ തന്നെയാണോ വന്നത്? അതെ സാർ, എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മിന്നൽ ബാബുവിനോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതും കൊടുക്കാത്ത ക്രൂരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. എവിടെ അവൻ? ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. ഒരാൾക്ക് 3 പേര്. അത് തന്നെ ഒരു കള്ളലക്ഷണമാണ്. സാർ, 3 വർഷമായി ഞാൻ ഇവിടെ തനിച്ചാണ് താമസിക്കുന്നത്. നിങ്ങൾ പറയുന്ന പേരിലുള്ള ഒരാളിനെ പറ്റി ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഈ മനുഷ്യന്റെ തലയ്ക്ക് വട്ടാണ്.
തോന്നിയ പറഞ്ഞോണ്ടല്ല, ആ കട്ടിലിരിക്കായിരുന്നു അവൻ. തിയേറ്ററിലെ മൂത്രപ്പരെന്ന് എന്നെ ഇടിച്ചൊരു പരുവാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനും ശ്രീദേവിയും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ആലോചിച്ചു. എനിക്കൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞപ്പോ ഞാൻ തെളിവരാം. ഈ കാണുന്ന അലമാര തുറന്ന് ഒരു കുപ്പി മദ്യം എടുത്ത് എന്റെ വായിക്കാത്ത വെച്ചു. അയ്യോ, ഇതിനകത്തിരുന്ന മദ്യക്കുപ്പികളോടെ നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയി. അല്ല ഇതിന്ന് ഒരു കുപ്പി മദ്യം സോഡ പോലും ചേർക്കാതെ എന്റെ വായിക്കാത്ത വെച്ചു. സാർ, ഞാൻ മദ്യം കൈകൊണ്ട് തൊട്ടിട്ട് പോലുമില്ല. ഈ ഭ്രാന്തിനെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? എന്തൊരു സ്മെൽ! എവിടെങ്കിലും പോയി കുടിച്ച് പൂസായി കിടന്ന് സ്വപ്നം കണ്ടിട്ട് വന്ന് ഈ മിന്നൽ ബാബുന്റെ സമയം എനിക്കെടുത്തിയുണ്ടല്ലോ. നിനക്കെന്റെ സ്വഭാവം അറിഞ്ഞുകൂടാ. കമ്മീഷണറുടെ ഉദയവർമ്മയുടെയും കൊലപാതകം കണ്ടുപിടിക്കേണ്ട ചുമതല ഡിപ്പാർട്ട്മെന്റ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടയ്ക്ക് ഇത്തരം തൊക്കടാ കേസുകളുമായി എന്റെ അടുത്ത് വന്ന് ഇടിച്ചതിന്റെ മോനയുടെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. Don't repeat this, Sophie. You're playing with me. Excuse me, one Miss Lakshmi is staying here. From which place, sir? That I don't know. No. Sridevi? No. Okay, thank you. Welcome. ടെലിഫോണിലേക്ക് Sridevi! ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പാടില്ല, ആർക്കൊരു സഹായം ചെയ്യാനും പാടില്ലെന്ന് ഇന്നലത്തെ സംഭവത്തോടെ ഞാൻ പഠിച്ചു. നിങ്ങളാരാ? എനിക്ക് നിങ്ങളെ അറിയില്ല. ഒന്നും മിണ്ടാതെ പോകണോ? നിങ്ങൾ കാരണം എനിക്ക് കിട്ടിയ തല്ലിന് കിട്ടിക്കാൻ കണക്കില്ല. ഇവിടെ ലക്ഷ്മി എന്ന പേരിൽ ആരും രൂപെടുത്തില്ല. നിങ്ങൾ എന്നോട് നുണ പറഞ്ഞല്ലേ? എനിക്കൊന്നും നിങ്ങളോട് വിശദീകരിക്കാനില്ല. ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഉപദ്രവിക്കാവുന്ന പോവോ? ശരി. ഇതെന്റെ ജീവൻ കൊണ്ടുള്ള കളിയാ. ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നടുക്കടലിൽ എറിഞ്ഞിട്ട് രക്ഷപ്പെടാൻ നിന്നെ സമ്മതിക്കില്ല. നീ ഞാനുമായി എന്തോ ബന്ധമുണ്ടെന്ന് വിചാരിച്ചിട്ട് അവനെ തല്ലിയതും കൊല്ലാൻ നോക്കിയതൊക്കെ. പിന്നെ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ഒരുവിധം ഞാൻ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. നിങ്ങളോട് പോകാനാണ് പറഞ്ഞത്. മനസ്സില്ല. ഇനി അവൻ എന്നെ കൊല്ലാൻ വന്നാൽ ഞാൻ നിന്നെ പിടിച്ച് അവരെ മുമ്പിലിട്ട് കൊടുക്കും. ഞാൻ ഒരു ആപ്പയൊക്കൊന്നുമില്ല. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ് ഒരു ഉദ്യോഗസ്ഥനെ. പിന്നെ അവനോട് ചോദിച്ചു ആ കവറിന്റെ പുറത്തെ മേൽലാസം എന്താന്ന്. അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോ കനത്ത രണ്ടു പേടി അതിനും കിട്ടി. പറ, ആ മേൽലാസം എന്തായിരുന്നു? മര്യാദയ്ക്ക് പറയുന്നതല്ലേ? എനിക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല. ലീവ് മീ. ഗെറ്റ് ലോസ്റ്റ് ഐ സേ. അല്ല, അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഹലോ, ബുക്ക് കോൾ ടു നന്ദപുരം 612. CP തോമസ് മാത്യു. അർജന്റ്. മര്യാദയ്ക്ക് അഡ്രസ് എനിക്ക് പറഞ്ഞു തരുമല്ലേ? അതറിയാൻ ഞാൻ അവിടുന്ന് പോകില്ല. ഞാൻ അവിടെ കെട്ടി തൂച്ചാവും. എന്റെ ആത്മഹത്യയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും. എന്തൊരു കഷ്ടോ ദൈവമേ! എല്ലാരും കൂടെ എടുത്തിട്ട് പെരുമാറാൻ ഞാൻ പബ്ലിക് പ്രോപ്പർട്ടിയോ? ആ പറഞ്ഞേ.
അവനാണ് കൊലയാളി, അവനാണ് കൊലയാളി. നിൽക്കണം അവിടെ. ഞാനല്ല. ഞാനല്ല കൊല്ലാൻ നോക്കുന്നു. വായി നോക്കി ആക്ച്വൽ കൽപ്പറ്റിന്റെ പോയി പിടിക്കണോ? ഓക്കെ സാർ. അങ്ങോട്ടോ